എപ്പോഴും ഒരു പ്രൊജക്റ്റ് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻ്റ് ആയിരിക്കണം നമ്മുടെ വലിയൊരു സപ്പോർട്ടർ. ഇതുവരെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു സപ്പോർട്ടായിരുന്നു. ലിവിങ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു സംഭവം ലിവിങ്ങിൽ മാഡം പറഞ്ഞിരുന്നു നല്ലൊരു പ്രയർ മീൻസ് ഒരുപാട് സ്റ്റാച്യൂസ് വെച്ച് ഫില്ല് ചെയ്യുന്ന ഒരു പ്രയർ അല്ല, സിമ്പിളായിട്ട് അന്ന് കാണാൻ എലഗൻ്റ് ആവുന്ന ഒരു പ്രയർ വാൾ വേണം എനിക്ക് എന്നാണ് മാഡം പറഞ്ഞത്. അത് പ്രകാരം നമ്മളൊന്ന് ഡിസൈൻ ചെയ്ത് ഫസ്റ്റ് ഡിസൈനിൽ തന്നെ ആള് സാറ്റിസ്ഫൈ ആയിരുന്നു. പിന്നെ നമ്മൾ എൻട്രി ആവുന്നത് ലിവിങ്ങിലോട്ടാണ്. ലിവിങ്ങിൽ വലിയൊരു സ്പേസാ. സീലിംഗിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ വേണ്ട, ഇടയിൽ പാർട്ടീഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. വലിയൊരു ഓപ്പൺ സ്പേസ് വേണം. പിന്നെ 3 പാഷ്യോസ് ആണ് അവർക്ക് വരുന്നത്. 3 പാഷ്യോ, ഒരു ഹെവി പാഷ്യോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 പാഷ്യോ അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പാറ്റേൺ ഡിസൈൻസ് എല്ലാം നമ്മൾ ടീം കാസബെല്ല ഇന്റീരിയേഴ്സിന്റെ ഒരു ഡിസൈനേഴ്സിന്റെ പവറാണ്. അവര് മാഡം പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ അതിലേക്ക് ആ ഡിസൈൻ എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ഒരു മെയിൻ സംഭവമാണ് കിച്ചൺ. കിച്ചണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്ലെയിൻ കളറ് മതി, സിംഗിൾ കളറ് മതി, ഇതിനോട് മെർജ് ചെയ്യുന്ന ഒരു കളർ ടോൺ. നല്ലൊരു ഹെവി കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. സെന്റർ ടേബിൾ കൺസെപ്റ്റ്, സാധാരണ സെന്റർ ടേബിൾ കൺസെപ്റ്റിന്റെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു ഡബിൾ സ്റ്റെപ്പ് സെന്റർ ടേബിളാണ്. ബേസ് ഓഫ് വൈറ്റ് പ്ലസ് ഒരു ഗോൾഡൻ ബീഡിങ്സ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിലോട് കണക്ട് ചെയ്യുന്ന കിച്ചൺ കബോർഡ്സ് മതി എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അക്രലിക്കിലാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂംസ് പാരന്റ്സ് ബെഡ്റൂമാണ്. ഒന്ന് പാരന്റ്സ്, ഒന്ന് ഗസ്റ്റ് ബെഡ്റൂം. അതിൻ്റെതായ എലഗൻസിയോടുകൂടി സിമ്പിളായിട്ട് എന്നാൽ ഒട്ടും മോശമാവാത്ത രീതിയിൽ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ, അതായത് ഇവരുടെ സാറിൻ്റെ ഓഫീസ്, മാഡത്തിൻ്റെ ബുക്ക് ഷെൽഫ് ഏരിയ, അതും ഒരു റൂമാണ്. യൂട്ടിലിറ്റി ഏരിയ, കുട്ടികൾക്ക് ടോയ്സും കാര്യങ്ങളും വെക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിൻ്റെ കബോർഡ്സ്, പിന്നെ മക്കളുടെ 2 മക്കളാണ്, അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ റൂംസ്. പിന്നെ മകൻ്റെ റൂം ഒരു ബ്ലൂ ബേസ് ആണ്, മോളുടെ റൂം ഒരു പിങ്കിഷ് ആണ്. അപ്പോൾ കുട്ടികളെയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡിസൈനിങ് ആണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലെ 3 ബെഡ്റൂമും അക്രലിക് ഫിനിഷ് ആണ്.
സാറിൻ്റെ ഓഫീസ് ആളൊരു ഡോക്ടറാണ്, ഒരു സയൻറ്റിഫിക് ഡോക്ടറാണ്. ആ രീതിയിലുള്ളൊരു റേഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓഫീസ് സെറ്റപ്പ് ആൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതി ഇവിടെ സെറ്റ് ചെയ്തു. ബുക്ക് ഷെൽഫ് ഏരിയയിലോട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെവി യൂണിറ്റ് ആണെന്ന്. നോർമൽ ഒരു പേഴ്സണ് വെക്കാവുന്ന ബുക്കുകളൊന്നും അല്ല. അപ്പം മാഡം അത്രത്തോളം ആ ബുക്ക് സംബന്ധമായിട്ട് ഒരു എഴുത്തുകാരി കൂടിയാണ്. അതിൻ്റെതായ രീതിയിൽ ഭംഗിയായിട്ട് മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി.